ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു കൂണിൻ്റെ തോരനുണ്ടാക്കിയല്ലോ. ഇതെൻ്റെ വീട്ടിലുണ്ടായ കൂണാണ്. വീട്ടിലെ കൂൺ ബെഡിൽ നിന്നും ഇന്ന് രാവിലെ പറിച്ച നല്ല ചിപ്പിക്കൂണാണ്. ചെറിയ പീസിലായിട്ട് അരിഞ്ഞെടുത്തു. കൈകൊണ്ട് തന്നെ കീറിയെടുത്ത കൂണുകളാണ് ഈ കാണുന്നത്. ഇനി നമുക്കതിന് വേണ്ടി ചേരുവകൾ നോക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് വെളുത്തുള്ളി, കാന്താരിയോ പച്ചമുളകോ എന്താ ചെടുക്ക എരിവിനുള്ളത് അത് നല്ല ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാളയും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കടുക് നന്നായി പൊട്ടിയ ശേഷം നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും കൂടി ചേർത്ത് വഴറ്റാം. ഈ കിടക്കുന്ന പച്ച കഷ്ണം നമ്മളുടെ വെളുത്തുള്ളിയുടെ കിളിർപ്പാണ് കേട്ടോ. വെളുത്തുള്ളി കിളിർത്ത് വരത്തില്ലേ, അത് കളയാതിരിക്കാൻ വേണ്ടി ഞാനതിൽ കറിയിലേക്ക് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്താ ഒരു പച്ച നിറമെന്ന് ഇനി ചോദിക്കേണ്ട, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി അതുകൂടി എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒന്ന് പച്ച മണം മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മുടെ സവാള നീളത്തിലിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി സവാള കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി അരിഞ്ഞതും സവാളയും കൂടി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് വേണ്ടെന്താ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടിയായി, മഞ്ഞൾപ്പൊടി കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല ഫ്ലേവറുള്ള ഒരു തോരനാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ പച്ചക്കറി തോരൻ വയ്ക്കുന്ന പോലെ അല്ല ചെയ്തേക്കുന്നത്, മസാല ഫ്ലേവറുള്ള തോരനാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വഴറ്റുന്നത്. സാധാരണ തോരന് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും അങ്ങനെ ചേർക്കത്തില്ലല്ലോ, വെളുത്തുള്ളി കഷ്ണം വച്ചെങ്കിലായി അല്ലേ. അപ്പോൾ നമുക്കൊരു മസാല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതിന് വേണ്ടിയിട്ട് വിളിച്ചിട്ട് ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, എരിവിനുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം. എല്ലാ പൊടികളും ഗരം മസാലയുടെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കണ്ട എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കൂണ് ചേർത്ത് കൊടുക്കാം. മഷ്റൂം നീളത്തിലരിഞ്ഞതാണ്, കൈ കൊണ്ട് തന്നെ കീറി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. വട്ടം മുറിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചാത്തിയോ കത്രികയൊക്കെ ഉപയോഗിക്കാം. ബാക്കി നീളത്തിൽ കൈ കൊണ്ട് നമുക്ക് എത്ര നൈസായിട്ട് കീറുന്നോ അത്രയും ടേസ്റ്റായിട്ട് കിട്ടും. ഒത്തിരി വീതിയിലെടുക്കണ്ട. ഇനി കൂണും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിരിക്കാം. കേട്ടോ, ഇപ്പം കൂണിലേക്ക് ഒന്നും പിടിച്ചിട്ടില്ല, എല്ലാം സവാളയും ഇഞ്ചിയൊക്കെ പിടിച്ചിരിക്കുമല്ലേ. അപ്പോൾ അതുകൂടി ഒന്ന് നന്നായി യോജിപ്പിച്ച് കൂണുമായിട്ട് യോജിപ്പിച്ചു. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റാണ്. തുള്ളി ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മസാല ഈ കൂണിലേക്കൊന്നും പിടിക്കത്തുള്ളൂ. മൂടി വെച്ച് വേവിക്കാമെങ്കിൽ പോലും ലേശം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ മസാല ഒന്ന് ചൂടായി നമ്മുടെ കൂണിലേക്ക് കൂടി ഒന്ന് അബ്സോർബ് ചെയ്ത ശേഷം നമുക്ക് ആ വെള്ളം പറ്റിച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളം ചേർത്തു വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോഴേക്കും ആ കൂണിലേക്ക് നമ്മുടെ മസാലപ്പൊടികളും എല്ലാം ഒന്ന് അബ്സോർബ് ചെയ്ത് ഒന്ന് വെന്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് ഒരു ഒത്തിരി വേവൊന്നുമില്ല, കൂണിന് ഒത്തിരി വേവുള്ള സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് സിമ്മ് മാറ്റി തീ കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ കൂണ് വെന്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രമേ വെള്ളം വറ്റിയിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ഒന്ന് കൂണിന്മേലുള്ള കൂണിനകത്ത് വെള്ളം ഇറങ്ങി, അപ്പോൾ ആ വെള്ളം കൂടി ഒന്ന് വറ്റിച്ച് കിട്ടിയാൽ മതി. കേട്ടോ, ഏകദേശം നല്ല അടിപൊളി നമ്മുടെ മസാല ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇതാകുമ്പം ഡ്രൈ ആയിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കഴിക്കാം. ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നമ്മളൽപ്പം തേങ്ങ കൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ കൂണ് തോരനിവിടെ റെഡിയാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ ചതയ്ക്കുന്നില്ല. പകരം തേങ്ങ ജസ്റ്റ് ചിരണ്ടിയിട്ട് അങ്ങോട്ട് ചേർക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ കൂണിൻ്റെ വെള്ളം വറ്റിയ ശേഷം
പൂർണ്ണമായിട്ടും വെള്ളം വറ്റി എല്ലായിടത്തും നമ്മുടെ മസാല നന്നായി യോജിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ആവശ്യമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഉഷാറായി. അപ്പം നമ്മളുടെ കൂൺ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കൂണിൻ്റെ വിഭവങ്ങളൊക്കെ അറിയാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് കൂൺ വാങ്ങിക്കാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതുപോലുള്ള ചെറിയ ചെറിയ ഡിഷസുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ കൂണിൻ്റെ കട്ട്ലറ്റ്, കൂണിൻ്റെ മഷ്റൂം സൂപ്പും മഷ്റൂം പുലാവൊക്കെ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും ബൈ.